1202 ആണ്ട് ചിങ്ങമാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാനിവിടെ പ്രവചിക്കുന്നത്. 17/8/2026 മുതൽ 16/9/2026 വരെയുള്ള ഒരു മാസ കാലയളവിലെ പ്രവചനങ്ങളാണ് നടത്തുന്നത്. ആയില്യം നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാരുടേതാണ്. ചെറുപ്പക്കാരായിട്ടുള്ള ആയില്യം നക്ഷത്രക്കാർക്ക് പല രീതിയിലുള്ള സമ്മാനങ്ങൾ ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. അത് വാഹനങ്ങളായിട്ടോ അല്ലെങ്കിൽ ഡ്രസ്സായിട്ടോ വാച്ച്, ആഭരണങ്ങൾ എന്നിവയൊക്കെ ലഭിക്കാൻ, ഫോൺ എന്നിവ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ശ്രമിച്ചു കഴിഞ്ഞാൽ പല നല്ല വഴികളിൽ കൂടിയും ധനം സമ്പാദിക്കാൻ പറ്റുന്ന ഒരു സമയവും കൂടിയാണ് നേരായ മാർഗത്തിൽ. അതുപോലെ പിണങ്ങിക്കഴിഞ്ഞിരുന്ന സുഹൃത്തുക്കളും ബന്ധുക്കളെല്ലാം നിങ്ങളുമായി യോജിപ്പിലെത്തുവാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ കേസുകൾ ഉള്ളവർക്ക് കോടതി ശിക്ഷ വിധിക്കുമോ എന്നുള്ള ഒരു ഭയവും ഉണ്ട്, അത് മാറിക്കിട്ടുന്നു. തൽക്കാലം പിഴ അടച്ച് പോയാൽ മതി എന്നുള്ള രീതിയിൽ ആ ഒരു കേസ് ഒത്തുതീർപ്പാകുന്നതിൻ്റെ ഒരു സാധ്യത തെളിഞ്ഞു കാണുന്നുണ്ട്. മാതാപിതാക്കൾക്കുള്ള കഷ്ടതകളും രോഗങ്ങളും മാറിക്കിട്ടുന്നു. മനസമാധാനം ലഭിക്കുന്നു. അതുപോലെ തന്നെ മരണഭയം എന്തിനേയും ഭയക്കുന്ന ഒരു ഭയം അത് മാറിക്കിട്ടുന്നു. ഡിപ്രഷൻ മുതലായ മനോവിചാരങ്ങളുള്ളവർക്കാണെങ്കിൽ അത് വളരെ കുറവ് വരുന്നു. മറ്റുള്ളവരോടുള്ള കലഹങ്ങൾ മാറിക്കിട്ടുന്നു. പല രീതിയിലുള്ള പാഴ്ചെലവുകളും നഷ്ടങ്ങളും ഒഴിവാക്കാൻ സാധിക്കുന്നു. ഏത് പ്രധാന കാര്യങ്ങളും തീരുമാനം എടുക്കുന്നതിന് മുമ്പ് വളരെയധികം ചിന്തിച്ചു വേണം അതിനൊരു അവസാനത്തെ തീരുമാനം എടുക്കുക. അല്ലെങ്കിൽ അത് നഷ്ടവും കഷ്ടങ്ങളൊക്കെ വരുന്നതിന് സാധ്യതയുണ്ട്. ബാങ്ക് നടപടികൾ, മറ്റു സർക്കാർ നടപടികളെല്ലാം നിങ്ങൾക്കെതിരെ ഉണ്ടെങ്കിൽ അതെല്ലാം തൽക്കാലം ഒന്ന് നിർത്തിവെക്കുന്ന ഒരു സമയമാണ്. കാര്യങ്ങൾ നടന്നു കിട്ടുന്നതിനുള്ള ഒരു കാലതാമസം ഒഴിവാക്കി കിട്ടുന്നു. അതിന്റെ തടസ്സങ്ങൾ കുറേയൊക്കെ മാറിക്കിട്ടുന്നു. ചില ഗ്രഹങ്ങൾ മോശം രാശികളിൽ കൂടി സഞ്ചരിക്കുന്നതിനാൽ അല്പം മോശഫലങ്ങളും ലഭ്യമാകുന്നതിന് സാധ്യത ഉണ്ട്. വിദ്യാർത്ഥികൾക്ക് വിദ്യാതടസ്സം വരുന്നതിന് സാധ്യതയുണ്ട്, ശ്രദ്ധിക്കുക. അതിനാൽ വളരെ ശ്രദ്ധിക്കുക. ചില രോഗങ്ങൾ വരുന്നതിന് സാധ്യതയുണ്ട്. പല രീതിയിൽ ചതിക്കപ്പെടാൻ പറ്റിയ ഒരു കാലഘട്ടമായതിനാൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ കുടുംബജീവിതത്തിലും അതുപോലെ അതാണ് ഞാൻ പറഞ്ഞ ഭാര്യയും ഭർത്താവും തമ്മിൽ ചെറിയ പിണക്കങ്ങൾ വരുന്നതിനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് ഒന്ന് ശ്രദ്ധിച്ചു പോകുന്നത് വളരെ നല്ലതായിരിക്കും. അടുത്ത് ഈ ആയില്യം നക്ഷത്രക്കാരുടെ ഫലങ്ങൾ പ്രായത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. 9 വയസ്സ് വരെയുള്ള ആയില്യം നക്ഷത്രക്കാർക്ക് ഭാഗ്യത്തിന്റെ ആനുകൂല്യം ലഭിക്കുന്ന ഒരു സമയമാണിത്. കലയിലും സാഹിത്യത്തിലും ഇവർക്ക് ചെറുപ്പത്തിലെ തന്നെ താല്പര്യം വർദ്ധിക്കുന്നു. ശത്രുശല്യത്തിൽ നിന്നും ഇവർക്ക് രക്ഷപ്പെടാൻ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടുന്നു. പല വിലപ്പെട്ട സമ്മാനങ്ങളും ഇവർക്ക് ലഭിക്കാം. എന്നാൽ പല വിഷവസ്തുക്കളിൽ നിന്നും ഇവർക്ക് ഉപദ്രവം ഉണ്ടാകുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. വിദ്യാഭ്യാസം കുഴപ്പമില്ലാതെ ആരംഭിക്കുന്നതിനും മുന്നോട്ട് പോകുന്നതിനും സാധിക്കുന്നു. 9 വയസ്സ് മുതൽ 16 വയസ്സ് വരെയുള്ള ആയില്യം നക്ഷത്രക്കാർക്ക് ശത്രുക്കളിൽ നിന്നും ചില ദോഷങ്ങൾ ഉണ്ടാകാം. പല പ്രകാരത്തിലും ചൂഷണങ്ങൾ വരുന്നതിനൊരു സാധ്യതയുണ്ടെങ്കിലും വിദ്യാഭ്യാസം തടസ്സമില്ലാണ്ട് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. ചതി, വഞ്ചന മുതലായവ നടക്കാനും ഒരു സാധ്യതയുണ്ട്. സംഭവിക്കാൻ പാടില്ലാത്ത പലതും നടക്കാം. സ്വന്തം ഭവനം വിട്ട് അന്യദേശത്തേക്ക് പോകുന്നതിനും ഒരു യോഗം കാണുന്നുണ്ട്. ധനലാഭം ഉണ്ടാകാം. വാഹനങ്ങൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അപകട സാധ്യത കൂടുതലുള്ള ഒരു സമയമാണിത്. അന്യർക്ക് ദുഃഖമുണ്ടാകാം നിങ്ങളെക്കൊണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. 16 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ള ആയില്യം നക്ഷത്രക്കാർക്ക് മിക്കവാറും കാര്യങ്ങൾ നല്ല രീതിയിൽ നടന്നു കിട്ടുന്ന ഒരു കാലഘട്ടമാണ്. മികച്ച വിദ്യാഭ്യാസം നേടാൻ സാധിക്കുന്നു. പ്രതീക്ഷിച്ചതിലും മികച്ച തൊഴിൽ ലഭിക്കും. ചിലർക്ക് വളരെ ഉയർന്ന പദവിയിലുള്ള തൊഴിൽ ലഭിക്കുന്നതിന് സാധ്യതയുണ്ട്. സാമ്പത്തിക നേട്ടങ്ങളും സമ്പാദ്യങ്ങളും ഉണ്ടാകാം. വിവാഹവും സന്താന ഭാഗ്യവും ഉണ്ടാകുന്ന ഒരു സമയമാണ്. തൊഴിൽ സംബന്ധമായി നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സമയമാണ്. ചിലർക്ക് നവരത്നങ്ങൾ, സ്വർണം, വെള്ളി മുതലായവ വിലപിടിച്ച പുരാവസ്തുക്കളൊക്കെ ലഭിക്കുന്നതിന് സാധ്യതയുണ്ട്. മതപരമായ ചില പൂജകൾ നടത്തുന്നതായിട്ടും ഈ സമയം കാണുന്നുണ്ട്. പുതിയതായി ചില ബന്ധങ്ങൾ സ്ഥാപിക്കാൻ കഴിയും. പുതിയ ബന്ധങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് വിവാഹം വഴിയുള്ള ബന്ധുക്കളെ ലഭിക്കുന്നതാണ്. അതുപോലെ ധനം സമ്പാദിക്കുന്നതിനും അതുപോലെ ഉത്തമമായ നിക്ഷേപ പദ്ധതികൾ നിക്ഷേപിക്കുന്നതിനും യോഗം കാണുന്നു. 36 വയസ്സ് മുതൽ 42 വയസ്സ് വരെയുള്ള ആയില്യം നക്ഷത്രക്കാർക്ക് സർക്കാർ മുതലായ അധികാര സ്ഥാപനങ്ങളിൽ നിന്നും ചില അനിഷ്ടങ്ങൾ വരുന്നതിന് സാധ്യതയുണ്ട്. ഉറ്റ മിത്രങ്ങളെയും ബന്ധുക്കളൊക്കെയുമായി പിണങ്ങുന്നതിന് ഒരു സാധ്യത, വിരോധത്തിലാകാം. ആയതിനാല് ആരെയും കഴിയുന്നതും വെറുപ്പിക്കാതിരിക്കുക ആയിരിക്കും ഈ കാലഘട്ടത്തിൽ നല്ലത്. ദമ്പതിമാർ തമ്മിലും വഴക്കുണ്ടാകാം. ചിലര് എന്നേക്കുമായി പിണക്കത്തിലേക്ക് പോകുന്നതിനും ഒരു സാധ്യതയുണ്ട്. ചിലർ പിരിഞ്ഞു എന്നേക്കുമായി വേർപെട്ട് പോകുന്നതിനും ദാമ്പത്യം അവസാനിപ്പിക്കുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. പനി, ജ്വരം മുതലായവ വരാൻ സാധ്യതയുണ്ട്. എടുത്ത തീരുമാനങ്ങളെല്ലാം
ആലോചിക്കാണ്ടെടുത്തതായിട്ട് തെറ്റായി പോയെന്ന് വരുന്നതിന് ഒരു സാധ്യതയും കാണുന്നുണ്ട്. 42 വയസ്സ് മുതൽ 52 വയസ്സ് വരെയുള്ള ആയില്യം നക്ഷത്രക്കാർക്ക് ഒരുവിധം നല്ല കാലഘട്ടമാണ്. കാര്യങ്ങളൊക്കെ ഒരുവിധം കൃത്യമായി നടന്നു പോകുന്ന ഒരു കാലഘട്ടമാണ്. പ്ലാൻ ചെയ്തതുപോലെ നടക്കുന്നു. തൊഴിലിൽ നല്ല രീതിയിൽ ഉയർച്ച ഉണ്ടാകുന്നു. പിണങ്ങിക്കഴിയുന്ന ബന്ധുക്കളും മിത്രങ്ങളും നിങ്ങളുമായി യോജിപ്പിലെത്താനായിട്ട് സാധിക്കുന്നു. ശത്രുക്കളുടെയും അസൂയാലുക്കളുടെയും ഉള്ള വളരെ ശ്രദ്ധിക്കുന്നത് ഈ സമയം നല്ലതായിരിക്കും. വീടും വാഹനങ്ങളും സ്വന്തമാക്കാനും നിങ്ങൾക്ക് ഈ സമയം യോഗമുണ്ട്. നല്ല രീതിയിൽ ധനസമ്പാദനം നടത്തുവാനായിട്ട് സാധിക്കുന്നു. കാർഷിക മേഖലയിൽ നിന്നും ഏറെ ധനം ലഭിക്കുന്നു. ചെറിയ അസുഖങ്ങൾ ഉണ്ടാകാമെങ്കിലും വലിയ ദോഷങ്ങളൊന്നും ഈ സമയത്ത് വരുന്നില്ല. 52 വയസ്സ് മുതൽ 59 വയസ്സ് വരെയുള്ള ആയില്യം നക്ഷത്രക്കാർക്ക് കേസുകൾ ഉണ്ടെങ്കിൽ വിജയം ലഭിക്കുന്ന ഒരു സമയമാണ്. അല്ലെങ്കിൽ ഒത്തുതീർപ്പ് വഴി ഗുണങ്ങൾ ലഭിക്കാം. പല സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാകാം. ചതിവിലും വഞ്ചനയിലും അകപ്പെടാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ചില രോഗങ്ങൾ വരാം. തീപിടുത്തം ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. അതിഥികൾ വീട്ടിൽ വരികയും ചില നല്ല തീരുമാനങ്ങൾ, അതായത് മംഗളകരമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്നതും ഈ സമയത്ത് നിങ്ങൾക്ക് സാധിക്കുന്നു. പിതാവ് മാതാവ് ഇവർക്ക് വിരഹം വരുന്നതിനുള്ള സാധ്യത ചില ആയില്യം നക്ഷത്രക്കാർക്ക് കാണുന്നുണ്ട്. 59 വയസ്സ് മുതൽ 77 വയസ്സ് വരെയുള്ള ആയില്യം നക്ഷത്രക്കാർക്ക് ഒരുവിധം കാര്യങ്ങളെല്ലാം ഭംഗിയായി നടന്നു പോകുന്ന ഒരു സമയമാണ്. സാമ്പത്തിക നേട്ടങ്ങൾ ധാരാളം പ്രതീക്ഷിക്കാവുന്നതാണ്. എങ്കിലും ചില കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. മോഷ്ടാക്കളിൽ നിന്നും ഭയം വരാനുള്ള സാധ്യതയുള്ളതിനാൽ ഒന്ന് ശ്രദ്ധിക്കുക, നല്ലതായിരിക്കും. വിലപ്പെട്ട ഡോക്യുമെന്റ്സ് ഒക്കെ സൂക്ഷിക്കുക. അന്യദേശത്തേക്ക് പോകാനും ഇപ്പം വസിക്കുന്ന ദേശത്ത് നിന്ന് അന്യദേശത്തേക്ക് മാറി താമസിക്കുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. സർക്കാരിൽ നിന്നും ചില നേട്ടങ്ങൾ ഇവിടെ പ്രതീക്ഷിക്കാവുന്നതാണ്. കൃഷിഭൂമി വാങ്ങുന്നതിനും അതുവഴി നേട്ടമുണ്ടാകുന്നതിനും ചിലർക്ക് യോഗമുണ്ട്. തോട്ടങ്ങളൊക്കെ വാങ്ങുന്നതിനുള്ള യോഗമുണ്ട്. അതുപോലെ വേണ്ടപ്പെട്ടവരുമായി പിണങ്ങേണ്ട ഒരു സാഹചര്യം വരുന്നതിനും ഒരു സാധ്യത ഉള്ളതിനാൽ ശ്രദ്ധിക്കുക. ഇവിടെ പ്രവചിച്ചതെല്ലാം സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. കൃത്യമായ ജ്യോതിഷ പ്രവചനങ്ങൾക്ക് ജാതക പരിശോധന അത്യാവശ്യമായിട്ടാണ് വരുന്നത്. ഇവിടെ ഗുരു യോഗം നടക്കുന്നതിനാല് അത് കർക്കിടക രാശിയിലാണ് നടക്കുന്നത്. ബുദ്ധിശക്തി, സാമ്പത്തിക പുരോഗതി, പിന്നെ സംസാരിക്കാനുള്ള ശേഷി എന്നിവ ഉണ്ടാകുന്നു. വ്യക്തിക്ക് ഉയർന്ന വിദ്യാഭ്യാസം, അറിവ്, വിവരങ്ങൾ ഓർമ്മിച്ചും ശേഖരിച്ചും വയ്ക്കാനുള്ളൊരു കഴിവും ലഭിക്കുന്നു. നല്ലൊരു പ്രഭാഷകനാകാൻ സാധിക്കും. നല്ലൊരു പ്രാസംഗികനാകാൻ സാധിക്കുന്നു. ചിലർക്ക് വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ ആകർഷിക്കാനുള്ള ഒരു കഴിവ് അവർക്ക് ലഭിക്കുന്നു. ധനനേട്ടം ധാരാളമായിട്ട് പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ്. കരിയറിലായാലും ബിസിനസ്സിലായിരുന്നാലും നല്ല രീതിയിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാം. സാമ്പത്തിക സ്ഥിരത കൈവരിക്കാനും കൂടി ഇവർക്ക് സാധിക്കുന്നു. എന്തായാലും നല്ലൊരു സമയമാണ് ഈ യോഗം കൊണ്ട്. അതുപോലെ തന്നെ കല, നൃത്തം, സംഗീതം, അഭിനയം തുടങ്ങിയ കലകളിലെല്ലാം കുട്ടികൾക്ക് ആഗ്രഹം പ്രകടിപ്പിക്കുകയും അവർക്ക് താല്പര്യം ഉണ്ടാവുകയും ചെയ്യുന്നു. അവരെ നിരുത്സാഹപ്പെടുത്തരുത്, പ്രോത്സാഹിപ്പിക്കുക. അതുപോലെ ഈ കലയിലുള്ളവർക്കാണെങ്കിൽ, ഈ പറഞ്ഞ കലകളിലുള്ളവർക്കാണെങ്കിൽ അത് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകുന്നതായിട്ടും കാണുന്നുണ്ട്. ധാരാളം നല്ല സാമ്പത്തിക സ്ഥിതി ഉണ്ടാകുന്നു. പൊതുവെ നല്ല ഒരു ഉയർന്ന ജീവിതം ലഭിക്കുന്ന ഒരു സമയമാണ്. മറ്റുള്ളവരോട് നല്ല രീതിയിൽ പെരുമാറുന്നതിനും ബഹുമാനിക്കുന്നതിനും നല്ല സ്വഭാവത്തോടും ധർമ്മിഷ്ഠമായി ജീവിക്കുന്നതിനും സാധിക്കുന്നു. കുടുംബത്തിൽ സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇനി ചിങ്ങരാശിയിലെ സൂര്യനും കേതുവും കൂടി ഒരു യോഗം വരുന്നുണ്ട്. ഇതിനെ ഗ്രഹണ യോഗം എന്നാണ് പറയുന്നത്. ഇതിന്റെ പ്രധാന ദോഷം എന്ന് പറഞ്ഞാൽ ഇതൊരു മോശപ്പെട്ട യോഗമാണ്. ആത്മവിശ്വാസക്കുറവുണ്ടാകാം. അതുപോലെ തന്നെ ഇച്ഛാശക്തിക്ക് ഭംഗം വരാം. വയറു സംബന്ധിച്ചുള്ള അസുഖങ്ങൾ വരുന്നതിന് സാധ്യതയുണ്ട്. തലവേദന ഉണ്ടാകാം. അതുപോലെ തന്നെ ചെറിയ തലവേദന അല്ല, നല്ല രീതിയിലുള്ള തലവേദന. പിന്നെ ഊർജ്ജക്കുറവ് വരാം. ഉന്മേഷക്കുറവ് വരുന്നതിന് സാധ്യതയുണ്ട്. മടി വരുന്നതിന് സാധ്യതയുണ്ട്. അതുപോലെ കരിയറിലും ബിസിനസ്സിലൊക്കെ ചില നിർണായക ഘട്ടത്തിൽ തീരുമാനം എടുക്കാൻ പറ്റാതെ വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു ഇത് വരാം. കാരണം അതൊക്കെ ഒരു ആശയക്കുഴപ്പം വരാം, വേണോ വേണ്ടേ എന്നൊക്കെ ഉള്ള. അതുകൊണ്ട് അങ്ങനെ ഒരു ഈ യോഗത്തിന് അങ്ങനെയൊക്കെ ഒരു ദോഷമുണ്ട്. അതുപോലെ തന്നെ അനാവശ്യമായ വഴക്കും ദേഷ്യവും ബഹളവും ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആർക്കെങ്കിലും വലിയ രീതിയിലുള്ള മോഹങ്ങളൊന്നും കൊടുക്കാണ്ടിരിക്കുക നല്ലതാണ്. വാഗ്ദാനങ്ങൾ ചെയ്യാണ്ടിരിക്കുക. അതുപോലെ ചന്ദ്ര ശുക്ര യോഗം കന്നി രാശിയിലാണ് സംഭവിക്കുന്നത്. അവിടെ വ്യക്തിയുടെ മനസ്സിനെയും സാർക്കാത്മികതയെയും ജീവിത രീതിയെ തന്നെയും പ്രത്യേകം സ്വാധീനിക്കാൻ കഴിവുള്ള ഒരു യോഗമാണിത്. അതായത് കന്നിരാശി ബുധന്റെ വീടാണ്. ശുക്രൻ ഇവിടെ നീചസ്ഥനായിട്ടാണ് കാണപ്പെടുന്നത്. സംഗീതം, നൃത്തം, ചിത്രകല, അങ്ങനെയൊക്കെ ഡിസൈനിങ് തുടങ്ങിയ സർഗാത്മിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഏറെ ഗുണങ്ങൾ കിട്ടുന്നതാണ്.
കുട്ടികൾക്ക് തന്നെ അവർ കൊച്ചിലെ തന്നെ സംഗീതം പഠിക്കണമെന്നും നൃത്തം പഠിക്കണമെന്നും ചിത്രകല അഭ്യസിപ്പിക്കണമെന്നും ഡിസൈനിങ് പഠിക്കണമെന്നൊക്കെ ഉള്ള ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചാൽ നിരുത്സാഹപ്പെടുത്തേണ്ട, അവരെ പ്രോത്സാഹിപ്പിക്കുക. അതുപോലെ മറ്റുള്ളവരുടെ നമ്മളെ സഹജീവികളുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ കഷ്ടതകളൊക്കെ മനസ്സിലാക്കാനും അവർ പറയുന്ന സങ്കടങ്ങളൊന്ന് കേൾക്കാനുള്ള മനസ്സുണ്ടാകുന്നതും ഈ യോഗത്തിനാലുള്ളൊരു കഴിവിലാനാണ്. അതുപോലെ തന്നെ അവരെ നമുക്ക് പറ്റുന്ന രീതിയിൽ സഹായിക്കാനും ഒക്കെ ഉള്ള ഒരു ഇത് നമുക്കുണ്ടാകുന്നു, ഒരു മനസ്സുണ്ടാകുന്നു, നല്ല രീതിയിൽ പെരുമാറാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ കോൺട്രാക്ടർമാർ, അതുപോലെ പ്രോജക്റ്റ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് കൃത്യതയോടെ തന്നെ അവർക്ക് കൊടുത്തേക്കുന്ന അനുവദിച്ചിരിക്കുന്ന ആ ടൈമിനുള്ളിൽ തന്നെ കൃത്യമായി അത് ചെയ്ത് തീർക്കാനുള്ള ഒരു മനസ്സിന്റെ പ്രേരണ ഉണ്ടാവുകയും നല്ല രീതിയിൽ അത് പൂർത്തിയാക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ചുറ്റുപാടുകളും എല്ലാം ഭംഗിയായി സൂക്ഷിക്കാൻ അവർക്ക് സാധിക്കുന്നു, വീടിന്റെ പരിസരങ്ങളും വീടും എല്ലാം. അതുപോലെ തന്നെ വസ്ത്രധാരണ രംഗത്തായിരുന്നാലും നല്ല രീതിയിൽ ഭംഗിയായിട്ട് വസ്ത്രധാരണം നടത്തുന്നതിനും അവർക്ക് സാധിക്കുന്നു. ഇതിൽ ഒരു ന്യൂനത ഉള്ളത് പ്രണയം, സ്നേഹബന്ധങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ചില പ്രശ്നങ്ങൾ വരാം. കാര്യം അതിൽ സംശയങ്ങൾ വരാം. കന്യരാശിയിലെ ശുക്രന്റെ ബലക്ഷയം അതൊരു ബന്ധങ്ങളിലെ ചില അപാകതകൾ ഉണ്ടാക്കുന്ന, സംശയങ്ങളും തെറ്റിദ്ധാരണകളും ഉണ്ടാക്കുന്നതിനാൽ ചില മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. ഇനി നിങ്ങൾക്ക് പൂജാപരമായോ വാസ്തുപരമായോ മുഹൂർത്തപരമായോ ജ്യോതിഷപരമായോ ഉള്ള കാര്യങ്ങൾക്ക് എൻ്റെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് ഈ ചിങ്ങമാസത്തിൽ സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി ദീർഘായുസ് ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.